ഷീനീസ് കിച്ചൻ. അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി മിനി ചിക്കൻ പൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഉപ്പും അതുപോലെ തന്നെ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മൈദയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണെന്ന് മാവ് കുഴച്ചെടുക്കേണ്ടത്, നല്ല സോഫ്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിരി 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒനിയൻ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു പകുതി ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ആണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട് 1 ഗ്ലാസ് പാല് വേണം. ആ പാലിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ആ ചിക്കൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പാലിലേക്കാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് വറ്റണം. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റണം. ഇതോടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാവ് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. ശേഷം ബാക്കിയുള്ള ഒരു മാവ് നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം വേറൊരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കിനി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിനി ചിക്കൻ പൈയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.